ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജുള്ളിക്കൽ. ഷർട്ട് ഇടാതെ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മൾക്കിപ്പോൾ ഹൈലൈറ്റിൽ നിൽക്കുന്ന ഒരു വാർത്ത. ജാമ്യമില്ല വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പൊക്കി ഷർട്ടൊന്നും ഇടാതെ പുള്ളിയെ കൊണ്ടുപോയി. ഷർട്ടൊന്നും ഇടിയിപ്പിക്കാതെ അല്ലെങ്കിൽ ഷർട്ട് ഇടാതെയാണോ നമുക്ക് രണ്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ഷർട്ട് ഇല്ലാതെയാണ് പുള്ളിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. പുള്ളിയെ കൊണ്ടുപോകുന്നു, ജാമ്യമില്ല വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ജാമ്യം കിട്ടി ഷർട്ട് ഇട്ട് കൂളായിട്ട് പുള്ളി പുറത്തേക്ക് വരുന്നു. ഒരു 4-5 മണിക്കൂറിനിടയിൽ നടന്ന സംഭവ വികാസം കൊണ്ട് തന്നെ വാർത്തകളിൽ എങ്ങും ഇല്ലാതിരുന്ന ഷാജൻ സ്കറിയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇത് ഈയിടെയായിട്ട് സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേടന്റെ വിഷയം. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മ്യൂസിക് ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു റാപ്പ് എന്ന് പറയുന്ന ജോണർ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഈ വേടനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി വേടന്റെ പാട്ട് കേട്ടിട്ടുള്ളവർ തന്നെ അത് വേടന്റെ പാട്ടാണോന്ന് തന്നെ അറിയില്ലായിരുന്നു. ഈ കുതന്ത്ര മന്ത്രം എന്ന പാട്ടൊക്കെ കേൾക്കുന്നവര് അത് എഴുതിയ ആളാണോ ഈ വേടൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പാടിയ ആളാണോ ഈ വേടൻ എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേടന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ അതേണ്ട ഷാജൻ സ്കറിയക്ക് ഇപ്പോൾ നമ്മുടെ ലൈം ലൈറ്റ് ന്യൂസിൽ നല്ലൊരു സ്പേസ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത കണ്ടു നോക്കാം. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നല്ലേ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ പിടിച്ചോണ്ട് പോകുന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. തങ്ങളൊരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് കേസ്. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു, കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാനം പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടിനെതിരെ പോരാടും. താങ്കൾക്ക് നിരവധി കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ. എല്ലാം കേരള കേസ്. ഒരു കേസിൽ ജയിലിൽ അടച്ചിട്ടില്ല. ഷർട്ടിടാൻ അവസരം കിട്ടിയില്ല. താങ്കളെ മർദ്ദിച്ചോ? പോലീസ് മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഷർട്ടിടാൻ അനുവദിക്കുന്നില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരുമോ? ആരെ വിളിക്കാൻ? അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രേട്ട്. അങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഷർട്ട് ഇടാതെ ജയിലിൽ പോകുന്ന ഷാജൻ സ്കറിയെ ഒരു ഐക്കണാക്കി എടുത്തു. ഇപ്പം ഈ വാർത്ത വേറെ ഏത് രീതിയിലാണെങ്കിലും ഇത്രയും അധികം ഒരു ട്രാക്ഷൻ ഈ വാർത്തയ്ക്ക് ഉണ്ടാകുമായിരുന്നു. സാധാരണ രീതിയിൽ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പക്ഷപാതിരക്കല്ലാതെ പകല് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ ഷർട്ട് ഇടാതെ പോകുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞത്, ഷർട്ട് ഇടാത്തതാണോ ഇടിപ്പിക്കുകയാണോ എന്നറിയില്ല. അദ്ദേഹം പറയുന്നൊരു വേർഷൻ, ആദ്യം പറയുന്നത് ഷർട്ട് ഇടാനുള്ള അവസരം ഉണ്ടായില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പ്രായമായ പാരന്റ്സിന്റെ ഒപ്പം ഒരു 10 ദിവസം നിൽക്കണമെന്ന രീതിയിലാണ് അവിടെ ചെന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലെന്ന് പറയുന്നുണ്ട്, മാതാപിതാക്കൾക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ പോകുന്നതിനിടയിലെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് പോലീസ് കയറി ചെന്നു, കേസുണ്ട്, അറസ്റ്റ് ചെയ്യണം, സഹകരിക്കണം എന്ന് പറഞ്ഞു. ഷർട്ട് ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് എന്ന് പറഞ്ഞ് പോലീസ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണിച്ച ഏറ്റവും വലിയ മോശമായ കാര്യമാണ് പോലീസിന്റെ ഭാഗം എന്നുള്ളത്. ഷർട്ട് ഇടാതെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലുമാണ് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പാതിരയ്ക്ക് രാഖിരാമാനം പൊക്കേണ്ട അവസ്ഥയാണോ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ട് വേണം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു വിധി നേരത്തെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സാഹചര്യത്തിൽ പാതിരാക്ക് കയറി ചെന്ന് ഷർട്ടൊക്കെ പിന്നീടാമെന്ന് പറയുന്ന രീതിയിൽ പിന്നീട് ഷർട്ട് മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഷാജൻ സ്കറി തന്നെ പറയുന്നുണ്ട്, വേറൊരു പുതിയ ഷർട്ട് അവർ വാങ്ങിത്തന്നു, പക്ഷേ ഷാജൻ അത് ഇട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിനുള്ള സാഹചര്യം എന്തിനാണ് പോലീസ് ഉണ്ടാക്കിയത്? ഷർട്ട് ഇട്ട് പുറത്തിറക്കിയതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ അട്രാക്ഷൻ സത്യത്തിൽ ഷർട്ട് ഇടാത്തതാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് വേടന്റെ കേസും കൊണ്ടുപോയത്. വേടന്റെ കേസ് കഞ്ചാവിന്റെ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും വേടന്റെ കൂടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ഏത് രീതിയിലുള്ള ഡ്രഗ്സ് ആയിരുന്നു കൂടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ആ വിഷയത്തിൽ വേടന് ജാമ്യം കിട്ടുമെന്നായപ്പോഴാണ് പുലിനഖത്തിന്റെ പിന്നാലെ പോയത്. പുലിനഖത്തിന്റെ പിന്നാലെ പോയിരുന്നെങ്കിലും അത് ഈ പറയുന്ന ഒരു ജ്വല്ലറി മുഴുവനും കയറി ഇറങ്ങി തെളിവെടുപ്പ് നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ആ വാർത്തയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായി കൊടുത്തത്. പിന്നെ അതെങ്ങനെ ഒതുങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേടനുള്ള സ്നേഹം കൊണ്ട് ഒതുങ്ങിയതാണെന്നുള്ളത്. വേടന്റെ കഴുത്തിലുള്ളത് പോലെ പുലിപ്പല്ലും മറ്റു പലരുടെയും കഴുത്തിലുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉയർന്നു വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരാതികളൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ വാമുടി കെട്ടാൻ അവസ്ഥയിലേക്ക് പോയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും വേടൻ ഈ പുലിനഖത്തിന്റെ പിന്നാലെ ഓടേണ്ടി വന്നേനെ. അതേപോലെ സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജാമ്യമില്ലാ കേസെന്നൊക്കെയാണ് ആദ്യം വാർത്തകൾ വന്നത്. മജിസ്ട്രേറ്റ് കൂളായിട്ട് ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസിന് സാമാന്യ ബോധം ഉണ്ടാവില്ല ഈ വിഷയത്തിലൊക്കെ. നമ്മൾ ഇട്ടിരിക്കുന്ന കേസ് ജാമ്യമില്ലാത്ത കേസാണോ അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്ന കേസാണോ? ഈ പാതിരാത്രിക്ക് തന്നെ പോയി പൊക്കി ഈ വിവാദത്തിൽപ്പെടേണ്ട. ഇപ്പോൾ പോലീസ് സത്യത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള രോഷമാണ് ഇപ്പോൾ പോലീസിനെതിരെ വന്നിരിക്കുന്നത്. ഇത് പോലീസ് വിളിച്ചു വരുത്തി വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഒരു അവധാനം
കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കുറച്ച് അവധാനമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി സെൻസിബിളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമായിരുന്നു. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയ ശേഷം ഷാജൻ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നെന്ന്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി. ഞാൻ ഒരിടത്ത് പോയി 1 അരമണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു. ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞ് പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഈ രീതിയിലൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മറ്റൊരു വശം എന്ന് പറയുന്ന ഷാജനും അത് എൻക്യാഷ് ചെയ്തു. ഷാജൻ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എവിടെ തട്ടിയാൽ ആളുകൾ വായിക്കും, എവിടെ തട്ടിയാൽ ആളുകൾ വായിക്കില്ല എന്നൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ്. ഷർട്ട് ഇടാതെ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണ അറസ്റ്റിനൊക്കെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്ന ഷാജനും അറിയാം. അതുകൊണ്ടായിരിക്കണം പിന്നീട് ഷർട്ട് കൊടുത്തപ്പോൾ ഇയാൾ വാങ്ങിക്കാതിരുന്നത്. ഇനിയിപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ധരിക്കുന്ന പോലെയുള്ള ഷർട്ട് അല്ല, അതുകൊണ്ട് ഇട്ടില്ല. ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് ഒരു കംഫർട്ട് സോണിലുള്ള ഡ്രസ്സ് ഉണ്ടാകും, അതിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ ഐഡന്റിറ്റി അങ്ങനെ വന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിഷേധിച്ചത്. പക്ഷേ അതിലൊരു വാർത്താമൂല്യമുണ്ട്. ആളുകൾ ആ വാർത്ത കാണും എന്നുള്ള ബോധം ഷാജൻ സ്കറിയയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അയാൾ പിന്നീട് പറയുന്നത് ഞാൻ അവിടെ ഷർട്ട് ഇടാതെയാണല്ലോ ചെന്നത്, അതുകൊണ്ട് ഞാൻ ഷർട്ട് അത് നിലത്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മജിസ്ട്രേറ്റിനെ കാണാൻ പോയപ്പോഴാണ് ഷർട്ട് ഇട്ടിട്ട് കയറിയതെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ തന്നെയും ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസാണ്. ഒന്നല്ല ചില വാർത്തകൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ നമ്മൾ കാണാറുണ്ട്, പോലീസിനുള്ളിൽ തന്നെയുള്ള കാവിപ്പട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് വലതുപക്ഷ ചായ്വുള്ള BJPയുടെ അനുഭാവമുള്ള അല്ലെങ്കിൽ RSS മനോഭാവമുള്ള പോലീസുകാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വിരുദ്ധതകളിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ മേടിച്ചു കൊടുക്കാവുന്ന അടിയൊക്കെ അവർ മേടിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നുള്ളൊരു കാര്യമാണോ എന്നുകൂടി ഇക്കാര്യത്തിൽ അന്വേഷിക്കണം. അതല്ല ഇനി സർക്കാർ തന്നെ നേരിട്ടാണ്. കാരണം സർക്കാരിനും പറയുന്നുള്ള ഷാജൻ സ്കറി എന്ന് പറയുന്നത് അവരുടെ കണ്ണിലെ കരടാണ്. ഇപ്പോൾ ഷാജൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഷാജൻ്റെ മാധ്യമ രീതിയോട് പൂർണ്ണമായിട്ട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ഷാജൻ്റെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഷാജൻ്റെ ഈ പ്രവർത്തനം ഏറ്റവും കൂടുതൽ കണ്ണിലെ കരടായി മാറുന്നത് LDF സർക്കാരിന് തന്നെയാണ്, ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ്. അപ്പോൾ ഇനി അതിലുള്ള ആരെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടാണോ ഈ അറസ്റ്റിന് പിന്നാലെ പോയത്? എന്തായാലും ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കുന്നത് ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. പോലീസ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഈ ബ്യൂറോക്രസിയിൽപ്പെട്ടവർ ഇടപെട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇടപെട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇമ്പാക്റ്റ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബാധിക്കാൻ പോകുന്നത് കേരള പോലീസിനെയും അതിന് കേരള പോലീസ് നിയന്ത്രിക്കുന്ന മന്ത്രിയെയും ആ മന്ത്രി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുമാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. ഷാജൻ ഈ വിഷയത്തിൽ ഇത്രയും മൈലേജ് കിട്ടാനുള്ള കാരണം ഒന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ പാതിരാത്രിക്കുള്ള അറസ്റ്റ്, അതേപോലെ ഈ ഷർട്ട് ഇടാതെ വന്നുള്ള രീതികൾ. ഇനിയിപ്പോൾ നമ്മൾക്കൊരു സംശയം എന്തായിരിക്കാം ഷാജൻ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ പല മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഷാജൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പം എന്തായാലും IT Act 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി വാർത്ത ചെയ്തിരുന്ന ആളാണ് ഷാജൻ. ഷാജൻ്റെ പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറുനാടൻ മലയാളികളുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വാർത്തകൾ. വലിയ രീതിയിൽ തട്ടിപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ വ്യക്തിയായിരുന്നു. ഒടുവിൽ ദുബായിൽ തന്നെയുള്ള ഒരു അറബ് വുമൺ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു, വഞ്ചന കുറ്റത്തിൻ്റെ കേസ് കൊടുത്തു. എന്തോ ഫിനാൻഷ്യൽ ചീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചകത്തിട്ട് ഇപ്പോൾ ജയിലിലാണ്. ഇയാളെ കൂടെയുണ്ട് എന്ന് പറയുന്ന പെണ്ണിൻ്റെ പേര് പറയുന്ന ഫോട്ടോ കാണിക്കണം നിർവാഹമില്ല. കാരണം ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരുടെ പേര് പുറത്തുവിടാൻ പാടില്ല, ഫോട്ടോയും കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിയമപരമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇയാളുടെ കൂടെ നിന്ന് ഒരു ഹണി ട്രാപ്പ് ഉണ്ടാക്കി കേരളത്തിൽ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് 3.5 കോടിയോളം പഠിച്ചു മാറ്റി എന്ന രീതിയിലൊക്കെ വാർത്ത അന്ന് കൊടുത്തായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഷാജൻ സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അവർക്കുള്ള സ്വാധീനം എന്തായിരിക്കുമെന്നുള്ളതാണ്. ഈ രായ്ക്ക് രാമായണം ഷാജനെ പൊക്കി അകത്ത് വരണം. ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ദിവസമല്ല, അതിന് മുന്നേ വന്നിട്ടുള്ള കേസാണ്.
CI നിയാസ് എന്ന് പറയുന്ന വ്യക്തി ചാർജ് എടുത്തതിന് ശേഷം പെട്ടെന്ന് എടുത്ത നടപടിയാണെന്നാണ് മറുനാടൻ തന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത്. ഇപ്പൊ നിയാസിന്റെ ഒരു വോയിസ് ക്ലിപ്പ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രസ്സ് ഇടാൻ കെഞ്ചി പറഞ്ഞിട്ട് ഇയാൾ ഇട്ടില്ല. നിയാസും ഇയാൾ തമ്മിൽ എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നിയാസ് വന്നിട്ട് ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാളെ രായ്ക്ക് തൂക്കി എന്നാണ് ഒരു വാർത്തയിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ തൂക്കാൻ മാത്രം സ്വാധീനം ഈ പെണ്ണിന് എവിടെ നിന്നാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും സ്വാധീനം ആ പെണ്ണിനുണ്ടോ? പ്രത്യേകിച്ച് പെട്ടെന്ന് ജാമ്യം കിട്ടാവുന്ന ഒരു വിഷയത്തിൽ രാത്രി പോയി പൊക്കണം, ഷർട്ട് ഇടാതെ അവനെ തൂക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഷർട്ട് ഇടണ്ട എന്ന് ആദ്യം പറയുന്നത് പോലീസാണെന്നാണ് ഷാജൻസ്കറിയെ പറയുന്നത്. ഷാജൻസ്കറിയുടെ ഭാഗം മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നീട് നമ്മൾ അറിയുന്നത് നേരത്തെ പറഞ്ഞാൽ CI പറഞ്ഞ് ഷർട്ട് ഇടാനായിട്ട് നിർബന്ധിച്ചു എന്ന് പറയുന്നു. അതിന് പുതിയ ഷർട്ട് വാങ്ങിയിട്ട് നിർബന്ധിച്ചതാണോ അല്ലേ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമായിട്ടറിയില്ല. ഇത് അവർ മാത്രം അവിടെയുള്ള സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ രീതിയിൽ ഷാജനെ പൊക്കിക്കൊണ്ടുപോകുന്നു. എനിക്ക് വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത് പണ്ട് കരുണാനിധിയുടെ ഒരു സംഭവം നിങ്ങൾക്കറിയില്ല. ജയലളിത അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കരുണാനിധി അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം അന്ന് മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഭയങ്കരമായ രംഗം ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഇവർക്കുള്ള സ്വാധീനം എന്താണ്? ഇതിനിടയിലെ ഷാജൻ സംശയിക്കുന്നത് മറ്റൊരാളെ കൂടിയാണ്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. പരാതിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും അറിയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്. ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു 10,000 പോലീസുകാരെ വെക്കുകയും 1023 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു, സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല, DGP ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കേൾക്കും. മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താണ് പേര് പോലും ഇരിക്കുന്നത് സാഹിബ്. അപ്പോൾ അങ്ങേരുടെ ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം. അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം, അവരൊരു ഈ വൃത്തിയായിട്ട് കൂട്ടു നീക്കും തോന്നില്ല. പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേങ്കിൽ പിണറായി ആവണമെന്നില്ല, ഈ DGPയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ 2 ദിവസം ജയിലിലടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം. ഇപ്പോൾ 3 പേരെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനം നിർത്തുന്നത്. ഒന്ന് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെയും പിണറായിക്കെതിരെയും അഴിമതിക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് ഇയാൾക്കെതിരെ നടത്തുന്ന ഒരു വേട്ടയാടലെന്നാണ് ആദ്യം നമ്മൾ കണ്ടത്. ഷർട്ടൊക്കെ ഊരിട്ടിട്ട് ജനാധിപത്യത്തിന് വേണ്ടി ഞാൻ ഷർട്ട് ഇടാതെ ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞൊരു ഷാജിസ്കരെ പറഞ്ഞത്. പിന്നീട് ഒരു റിപ്പോർട്ടർ പറഞ്ഞത് നിയാസ് എന്ന് പറയുന്ന CI അയാൾ പ്രതികാരം ചെയ്തതാണെന്നാണ് ഒരു വേർഷൻ. ഏറ്റവും അവസാനത്തെ വേർഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലീസ് ഓഫീസർക്ക് ഇയാൾക്കെതിരെയുള്ള വാശി, എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങോട്ട് വെല്ലുവിളിച്ച പോലെ ഷാജൻ പറഞ്ഞപ്പോഴുണ്ടായ വാശി. ഏത് കാര്യമായാലും ഈ കാണിച്ചു വെച്ചത് ഷാജിസ്കറിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് റിപ്പോർട്ടർ ചാനലിൽ നടന്നൊരു ചർച്ച ഓർമ്മയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പുറത്തിറങ്ങുന്ന രാഹുൽ നല്ല സ്ട്രോങ് ലീഡറായിരിക്കും. കാരണം അയാൾക്ക് അത്രയ്ക്ക് നല്ല മൈലേജ് കേരള പോലീസ് കൊടുത്തു എന്നായിരുന്നു ആ ചർച്ചയിൽ ഒരു അഭിപ്രായമായിട്ട് വന്നത്. അതേപോലെ ഈ വലിച്ചഴിച്ച് കൊണ്ടുപോയ ഷാജനെ ഒരു കട്ട ഹീറോയാക്കി, ഷർട്ടിടാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട കട്ട ഹീറോയിസത്തിൻ്റെ എക്സാമ്പിളാക്കി മാറ്റുന്നതിൽ ഈ സംഭവം വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.